കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി പീഠത്തിന്റെ മുകളിൽ കയറിയിടാൻ നിൽക്കണത്. പീഠം നല്ല ഭംഗിയായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ആ പീഠത്തിന്റെ മുകളിൽ ആ ഉണ്ണിക്കണ്ണൻ കയറി നിൽക്കണ ഉണ്ണിക്കണ്ണന്റെ കുഞ്ഞിക്കാലുമില്ലതാ പൊന്തളകൾ കാണാണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്. മാറത്ത് 3 ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്. മാല പോലെ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. ഒരു മിടുമിടുക്ക നല്ല കൗതുകം നിൽക്കണ കണ്ടാൽ തന്നെ ഒരു പാകത്തിൽ തടിയായിട്ട് എല്ലാം നല്ല കൗതുകമായിട്ട് ഒരു മിടുക്കനൊരുണ്ണി. കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണൂറിലുണ്ട്. ഇടത്തെ ഭാഗത്തത് ആ ഒരു ഉറി കെട്ടി തൂക്കിയിട്ടുണ്ട്. ആ ഉണ്ണി ആ ഉറീൻ്റെ മുകളിൽ കരത്തിൽ ആ പൊന്ന കരത്തിൽ ആ വെണ്ണ നിറച്ചിരിക്കണം. ആ വെണ്ണ ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ചെരിച്ച് പിടിച്ചിട്ടുണ്ട്. ഉറീൻ്റെ മുകളിലേക്ക് ഇടത്തെ കൈ കൊണ്ട് പൊക്കി പിടിച്ചത്. അപ്പോൾ ഒന്നിങ്ങനെ ചെരിഞ്ഞ് നിന്നും കൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ ആ ഉറീൻ്റെ മുകളിൽ നിന്ന് വെണ്ണ എടുക്കണത്. വലത്തെ കാലം ഒന്ന് എഴുതി നിന്ന് ഇടത്തെ കാലം അമർത്തി ചവിട്ടി അങ്ങനെയാണ് നോക്കണത്. അങ്ങനെ നിൽക്കണ ഉണ്ണിക്കണ്ണൻ ആ വെണ്ണക്കലത്ത് നിന്ന് വെണ്ണ ഉരുളെടുത്തിട്ടാണ് കഴിക്കണത് കേട്ടോ. ഉറിയിലിരിക്കണ വെണ്ണ എടുത്ത് കഴിക്കാണ് ഉണ്ണി. നല്ല രസമായിട്ടുള്ളത്, നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ആയിട്ട് ചാർത്തിയിട്ട് നല്ല കൗതുക കാണാൻ. ആ വികൃതി ഉണ്ണി ഇടത്തെ കൈ കൊണ്ട് ഉറി ചരിച്ച് പിടിച്ച് ഉറിയിലിരിക്കുന്ന കലം ചരിച്ച് പിടിച്ചിട്ട് അതിന് വെണ്ണ എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ മിടുമിടുക്കനായിട്ടൊരു വെണ്ണക്കൊതിയൻ ശ്രീലകത്ത്. നല്ല ഭംഗിയല്ലേ, നല്ല സന്തോഷവും കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിന് 3 തിരുമുടിമാലകൾ തെച്ചിയും തുളസിയായിട്ടുള്ളതൊന്നും വെളുത്ത പൂവും തെച്ചി അങ്ങനെ 3 തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. തെച്ചി, തുളസി, വെളുത്ത പൂ ഇങ്ങനെ എല്ലാം ഒരേപോലെ കണ്ടതായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലാണ് പീഠത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഇടത്തെ കൈ കൊണ്ട് ഉറിയുടെ മുകളിൽ നിന്ന് വെണ്ണക്കുടം ചെരിച്ച് പിടിച്ച് ആ വെണ്ണ വാരി കഴിക്കണം ഉണ്ണി. അത് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും കൊടുക്കുന്ന അർത്ഥം അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ണിയാണ് ശ്രീലകത്ത്. നല്ല കൗതുക കാണാൻ. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4 ചുണ്ടമാലകൾ, താമരയും തുളസിയായിട്ട്, തെച്ചിയും തുളസിയായിട്ട്, വെളുത്ത പൂവും തുളസിയായിട്ട്, അങ്ങനെ 2-4 ഉണ്ടമാലകൾ. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള 2 ഉണ്ടമാലകൾ വേറെ. അങ്ങനെ ഒരു 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടുള്ളത്. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷം. അമ്പാടി വികൃതികളാണ് ശ്രീലകത്ത്. ആ പീഠത്തിൻ്റെ മുകളിൽ ഉയരത്തിൽ നിൽക്കണ ഉറിയുന്ന വെണ്ണ എടുക്കാൻ വേണ്ടി പീഠത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഇടത്തെ കൈ കൊണ്ട് ആ വെണ്ണക്കുടം ചെരിച്ച് പിടിച്ച് അതിന് വെണ്ണ വാരി കഴിക്കുക. നല്ല സന്തോഷമാണ് തിരുമുഖത്തേക്ക് നോക്കിയാൽ. നല്ല കൗതുക, പുഞ്ചിരി തൂക്കി കൊണ്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. വെണ്ണ വാരി തിന്നാൽ ഉണ്ണിക്കണ്ണൻ പിന്നെ സന്തോഷിക്കാണ്ടിരിക്കുക. അത്ര രസമാണ് വെണ്ണക്കൊതി. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നിലാവു തട്ടിപ്പുളകങ്ങൾ പൂണ്ടു പുളച്ചൊരാറ്റിൻ പുളിനാങ്കഭൂവിൽ പളപ്പ് കൂടിയിടുമൊരിന്ദ്രനീലം കളിച്ചു വൃന്ദാവിപനത്തിൽ മുന്നം ഗോപാലതാരാവലിയാൽ വളഞ്ഞു വേണുസ്വനം കൊണ്ടമൃതങ്ങു തൂകി നിലാവ് പോലുള്ള വിലാസമേന്തി കലേശനൊത്ത സകലേശനെത്തി. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ ഒരു പീഠത്തിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് അടുത്ത ഭാഗത്ത് ഒരു ഉറി കെട്ടി തൂക്കിയിട്ട് ആ ഉറിയുടെ മുകളിൽ നിന്ന് വെണ്ണ വാരി കഴിക്കുക. അങ്ങനെ ഒരു വെണ്ണക്കണ്ണനാണെന്ന് ശ്രീലകത്തോട്ട്. നല്ല കൗതുക കാണാൻ. മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. നല്ല കൗതുകത്തിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് വെണ്ണ വാരി കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വെണ്ണ എല്ലാവർക്കും ഇട്ട് കൊടുക്കും. എല്ലാവരും ചുറ്റുണ്ടാവില്ല. അമ്പാടിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ വെണ്ണ കൊടുക്കുക. പക്ഷിമൃഗാദികൾക്ക് ഒക്കെ കൊടുത്തുകൊണ്ട് കഴിക്കുന്ന ഒരു ഉണ്ണിയാണ്. അങ്ങനെ രസമായിട്ട് ആ വെണ്ണ വാരി കഴിക്കണം ഉണ്ണിക്കണ്ണനാന്ന് ശ്രീലകത്ത് കേട്ടോ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. നമുക്ക് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണങ്ങൾ നമസ്കരിക്കുക. ആ പീഠത്തിൻ്റെ മുള്ളതാ കുഞ്ഞ് ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം രണ്ടും ഇങ്ങനെ വഞ്ഞു നിൽക്കുന്നുണ്ട്. ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. തങ്കക്കട്ടെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം പിടിച്ചാൽ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. ജപിക്കല്ലേ നാമം. നാരായണ 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 ഹരേ ഹരേ.